എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നു. ഇവിടെ കുറച്ച് സ്ഥലത്ത് കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ചേക്കാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിശദമായിട്ട് എനിക്ക് സാധനം തരാം. എങ്കിൽ ഞാൻ പറയുന്നിടത്ത് ഞാൻ പറയുന്ന സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. അത് എന്നിട്ട് ശനിയാഴ്ച വരെ അവളെ കണ്ണ് പെടാതിരിക്കണം. അതാണൊരു ടാസ്ക് മുന്നിലുള്ളത്. ഇത് എന്നിട്ട് വീഡിയോ എടുക്കണം. ഓക്കെ, അത് ഞാൻ പറ്റുള്ളൂ, അത് പ്രശ്നമല്ല. നിങ്ങൾ അതൊക്കെ ഒന്നും പ്രശ്നമില്ല. എനിക്ക് മറ്റന്നാൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ആലോചിച്ചിട്ട് ഇപ്പോഴേ കുഴക്കായിരുന്നു. റസിനാന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ വെച്ച് കണ്ടുള്ളതല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത്. അപ്പം അത് മിഡില് ഫസ്റ്റത്തത് മിഡിലത്തെ ഷെൽഫിലല്ല വെക്കേണ്ടത്. ഇത് ഞങ്ങളെ ഡ്രസ്സിങ് ടേബിളിന്റെ ഫോട്ടോ. സെക്കൻഡത്തത് ഓളും ഇപ്പിയും കൂടെ ഉള്ള ഫോട്ടോ ഉള്ളതല്ലേ, അത് റൈറ്റ് ഷെൽഫിൽ. അതിന് ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അതിൽ വെച്ചാൽ. തേർഡ് നിങ്ങളെ ഫോട്ടോ അല്ലേ, അത് ലെഫ്റ്റ്. പക്ഷെ ഇതിന് 2 ഷെൽഫേ ഉള്ളൂ. ഞാൻ എന്നോട് മര്യാദക്കുന്നവരെ ചോദിച്ച് മൂന്നല്ലേ മൂന്നല്ലേന്ന്. പക്ഷെ ഈ റൈറ്റ് സൈഡിലെ സോഫ മാറ്റണേ കുറച്ച് പണിയൊന്നുമല്ല സീത്തുള്ളത്. അടക്കി ഒരു മിനിറ്റ്, ഞാൻ സോഫ കൊണ്ട് നീക്കിയപ്പോ ഈ വെൽപ്പ് എല്ലാം കൂടി കൈമ പോകാൻ നിൽക്കുന്നു. ഒരു മിനിറ്റ് അടക്കി. ഇതിനൊക്കെ ഉള്ളത് അവളൊന്ന് വാങ്ങിക്കൊണ്ടിട്ടാ ഈ കഷ്ടപ്പാടിനുള്ളത്. ഈ വെള്ളിയാഴ്ചയാണ് മറ്റേ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത്. നോമ്പിനും ഇതേപോലെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കും. സോഫിൻ്റെ അടിയും കട്ടിൻ്റെ അടിയും ഒന്നും ഈ ശനിയാഴ്ച ഒരൊറ്റ ദിവസം ഞാൻ ചെയ്യലില്ല. ഞങ്ങളെ ജില്ലയിലുള്ള 2 ടീം അറിയണം. ഒരു ഫുള്ള് എന്നും ചെയ്യുമല്ലോ അത് പരിപാടി. വെറുതെ പറയല്ലെങ്കിൽ ഓൾക്ക് വേറൊരു പണിയും ഉണ്ടാവില്ല, തൽക്കെന്തോ സുഖോടും ഉണ്ടാവും. പിന്നെ ട്രോളിയിൽ വെച്ചാ മേലത്തെ ട്രോളിയിൽ അത് മറ്റേ കവറ് ഇത് കാറിന്റെ ഡിക്കിയിൽ വെക്കാനുള്ള. കാറിന്റെ ഡിക്കിയിൽ നിന്ന് പിന്നെ ഈ സാധനം എവിടെ വെക്കണ്ടേ? എന്റെ കബോർഡ് എന്ന് പറയുന്നത് ഏതിൽ വെക്കണ്ടേ? ഇതാണ് എൻ്റെ കബോർഡില്ലേ, അതിൽ കാണാതെ വെക്കേണ്ടതാണ് ആ ലാസ്റ്റത്തെ ലോട്ടിൻ്റെ കവറ്. ഓൾറെഡി ഇന്ന് രാവിലെ അവിടെ സോഫയൊക്കെ കൊണ്ട് വലിച്ചിട്ടല്ലോ വന്നപ്പോ എന്നോട് ഇതെന്താ സോഫ ആക്കിയിട്ട് ഇവിടെ ഒക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ടല്ലോ എന്ന്. വലിയൊരു പ്രശ്നം എന്താ അറിയോ, ഞാൻ പോണതിന്റെ മുമ്പ് ഓൾ എണീച്ചാൽ മതിയായിരുന്നു.